Hi friends, welcome to Codereka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജാവയുടെ കുറച്ച് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്റർവ്യൂവിന് മെയിൻ ആയിട്ട് ജാവയുടെ ചോദിക്കുന്ന കുറച്ച് ബേസിക് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ഈസ് എ ജാവ പ്രോഗ്രാം എക്സിക്യൂട്ടഡ്. നമ്മളൊരു ജാവ പ്രോഗ്രാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സിക്യൂഷൻ ഹാപ്പൻ ചെയ്യുന്നത് നമ്മളൊരു കോഡ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സിക്യൂഷൻ ഹാപ്പൻ ചെയ്യുന്നത് പല സ്റ്റേജിലായിട്ടാണ്. അതായത് ആദ്യം നമ്മൾ കോഡ് എഴുതി കൊടുക്കുന്നു, അത് നമ്മൾ സേവ് ചെയ്യുന്ന ഡോട്ട് ജാവ എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്യും അല്ലേ. നമ്മൾ ആ ക്ലാസ്സിനകത്ത് നമുക്ക് വേണ്ട മെത്തേഡ്സ് എല്ലാം എഴുതി കൊടുത്തിട്ട് അത് ഡോട്ട് ജാവ എന്ന് പറഞ്ഞ് സേവ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പൈലർ ഇതിനെ ഒരു ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതായത് ഇതിനെ ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതൊരു ഡോട്ട് ക്ലാസ് ഫയലാവും. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കുറേ ബൈറ്റ്സ് പോലെ ഒരു ഫോർമാറ്റിലായിരിക്കും അത് കിടക്കുന്നത്. അപ്പോൾ ഈ ബൈറ്റ് കോഡിനെ മെഷീനിന് ഡയറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈറ്റ് കോഡിനെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആരാണ്? JVM. മെഷീനിന് മനസ്സിലാവണമെങ്കിൽ അതിന് മെഷീൻ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഡായിരിക്കണമല്ലോ. അപ്പോൾ ഈ മെഷീൻ കോഡിനെ ബൈറ്റ് കോഡിനെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആരാണ്? JVM. അപ്പോൾ എന്നിട്ടാണ് JVM അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതിപ്പോൾ ഞാൻ സാമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാനിപ്പോൾ എന്തെങ്കിലും എഴുതി കൊടുക്കുകയാണ് ഇൻഡെക്സ് = 50, എന്നിട്ട് ജസ്റ്റ് ഇത് പ്രിൻറ്റ് ചെയ്യുകയാണ് x+50 പ്രിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് റൺ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. നമ്മളിത് സോഴ്സ് കോഡ് എഴുതി കൊടുത്തു, ഔട്ട്പുട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടി. ആ ഒരു കാര്യം മാത്രമേ നമുക്കറിയൂ. ഇതിൻ്റെ ബാക്കിൽ ഇൻറ്റേർണലായിട്ട് നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്ന ഈ ജാവ ഫയൽ, അതായത് ഈ ജാവ ഫയൽ നമ്മുടെ സോഴ്സ് കോഡ് നമ്മൾ ഡോട്ട് ജാവ എന്ന് പറഞ്ഞൊരു പേരിലാണല്ലോ സേവ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന പേര് sample.java. അപ്പോൾ എൻ്റെ ഈ ഡോട്ട് ജാവ ഫയലിനെ എക്സിക്യൂട്ട് ചെയ്ത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നതിൻ്റെ ഇടയിലെ പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ ഈ ജാവ ഫയലിനെ നമ്മൾ പറയുന്നത് എന്താണ്? സോഴ്സ് കോഡിനെ കമ്പൈലർ എന്ത് ചെയ്യും? ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, കമ്പൈലർ ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ബൈറ്റ് കോഡിനെ നമ്മുടെ മെഷീനിന് ഡയറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് വേണമല്ലോ. അതിനെ ആരാണ് കൺവേർട്ട് ചെയ്യുന്നത്? JVM ഈ ബൈറ്റ് കോഡിനെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് മെഷീൻ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഈ ഔട്ട്പുട്ട് കാണുന്നത്. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് മിക്കപ്പോഴും ചോദിക്കുന്നതാണ് വൈ ഈസ് ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. ജാവ എന്തുകൊണ്ടാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത്? അപ്പോൾ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയണമെങ്കിൽ ഏത് പ്ലാറ്റ്ഫോം, ഇപ്പോൾ പേര് കേൾക്കുന്ന പോലെ ഏത് പ്ലാറ്റ്ഫോമിലാണോ അതിനെ ഡിപ്പെൻഡായിട്ട് നിൽക്കുന്നതല്ലേ. ഏത് പ്ലാറ്റ്ഫോമാണോ അത് കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. അങ്ങനെയാണ് ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. പേര് പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സോഴ്സ് കോഡ് എഴുതി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കോഡ് ഒരു വട്ടം എഴുതി കഴിഞ്ഞാൽ അതിനെ എവിടെ വേണമെങ്കിലും റൺ ചെയ്യാം. അതായത് കമ്പൈലർ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സോഴ്സ് കോഡിനെ ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. എന്നിട്ട് ഈ ബൈറ്റ് കോഡിനെ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും റൺ ചെയ്യാം. അതായത് വിൻഡോസിലോ മറ്റേ മാക് OSലോ എവിടെ വേണമെങ്കിലും നമുക്ക് റൺ ചെയ്യാം. അതായത് സോഴ്സ് കോഡിനെ ബൈറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്ലാസ് ഫയൽ അതിനെ നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും നമുക്ക് റൺ ചെയ്യാം. അതായത് ഒരു തവണ കോഡ് എഴുതിയാൽ മതി, എവിടെ വേണമെങ്കിലും നമുക്ക് റൺ ചെയ്യാം. അപ്പോൾ ഇതിന് പറയുന്നത് റൈറ്റ് വൺസ് റൺ എനിവെയർ. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസിയെക്കുറിച്ച് അറിഞ്ഞാൽ മതി. ഇനി നെക്സ്റ്റ് ആക്സസ് സ്പെസിഫയേഴ്സ്. മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജാവയിൽ എത്ര ആക്സസ് സ്പെസിഫയർ ഉണ്ട്, ഏതൊക്കെയാണ്? ആക്സസ് സ്പെസിഫയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആക്സസിബിലിറ്റി ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ആക്സസ് സ്പെസിഫയർ. അതായത് നമ്മളൊരു മെത്തേഡ് എഴുതി കൊടുത്തു, ഇതിനെ ആർക്കൊക്കെ ആക്സസ് ചെയ്യുക, എവിടെ നിന്നൊക്കെ ആക്സസ് ചെയ്യുക, അങ്ങനെ നമ്മൾ ആക്സസിബിലിറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ആക്സസ് സ്പെസിഫയർ. അപ്പം 4 ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട്. പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഉണ്ട്, ഡീഫോൾട്ട് ഉണ്ട്. അപ്പോൾ ഈ ആക്സസ് സ്പെസിഫയർ എന്തിനാണ്? അതിൻ്റെ സ്കോപ്പ് ആക്സസിബിലിറ്റി അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പബ്ലിക് മെത്തേഡ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റ, ഫംഗ്ഷൻ എല്ലാത്തിനെയും എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. അതായത് പേര് പോലെ തന്നെ അത് പബ്ലിക്കാണ്. ഓക്കെ, ഇനി പ്രൈവറ്റ് ആണെങ്കിൽ സെയിം ക്ലാസ്സിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു ഫാമിലി പോലെ എന്ന് പറയുന്നത് വളരെ പ്രൈവറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് മാത്രം, അതാണ് പ്രൈവറ്റ്, ആക്സസിബിൾ ഫ്രം സെയിം ക്ലാസ്. ഓക്കെ, ഇനി പ്രൊട്ടക്റ്റഡ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് സെയിം ക്ലാസ്സിൽ നിന്നല്ല, ഞാനൊരു പാക്കേജ്, ഇപ്പം നമ്മുടെ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ 4 പേര് ഉള്ളതാണല്ലോ ഒരു ന്യൂട്രൽ ഫാമിലി. ഇപ്പം നമ്മുടെ കസിൻസ് അവരൊക്കെ ഉള്ള അതായത് ഒരു മെയിൻ ഫാമിലി ഉണ്ടല്ലേ. ഒരു മെയിൻ ഫാമിലിയുടെ സബ് ക്ലാസ് ആയിട്ടാണ് നമ്മളുടെ കൊച്ചു ഫാമിലി വരുന്നത്. അപ്പം നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ മെസ്സേജ് ക്രിയേറ്റ് ചെയ്തു, ഇത് ഇത്ര പേർക്ക് കണ്ടാൽ മതി നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ. അപ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമുക്ക് നോക്കാം അല്ലേ ആ മെസ്സേജ്. അതായത് ആ ഗ്രൂപ്പിൻ്റെ അകത്ത് സബായിട്ട് വരുന്നവർക്ക് വേണ്ടി മാത്രം കാണാം. അതാണ് പ്രൊട്ടക്റ്റഡ്. അതായത് എല്ലാ ക്ലാസ്സിലുള്ളവർക്ക് പറ്റും. ഒരേ പാക്കേജിലുള്ള, ഇപ്പോൾ അത് ഏതെങ്കിലും ഒരു പാക്കേജിലുള്ള എല്ലാവർക്കും പറ്റും.
മനസ്സിലായല്ലോ? സെയിം പാക്കേജ് എന്നുള്ളവർക്ക് പറ്റും, അതാണ് പ്രൊട്ടക്റ്റഡ്. ഡീഫോൾട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ 3 സ്പെസിഫയർ മെൻഷൻ ചെയ്തില്ലെങ്കിൽ അത് ഡീഫോൾട്ടാണ്. അപ്പോൾ ഒരേ പാക്കേജിലുള്ള എല്ലാ ക്ലാസ്സുകൾക്കും ആക്സസ് ആയിരിക്കും ഡീഫോൾട്ട്. ഓക്കെ, അടുത്തെന്ന് വെച്ചാൽ മെത്തേഡ്സ് ഇൻ ജാവ. മെത്തേഡ് എന്താണ്? മെത്തേഡ് ഇസ് എ നെയിംഡ് ബ്ലോക്ക് ഓഫ് കോഡ് ദാറ്റ് പെർഫോംസ് എ സ്പെസിഫിക് ടാസ്ക് ആൻഡ് മേ റിട്ടേൺ എ റിസൾട്ട്. മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ഓഫ് കോഡാണ് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അത് നമുക്കൊരു റിസൾട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് റിട്ടേൺ ടൈപ്പ്, മെത്തേഡ് നെയിം, പാരാമീറ്റേഴ്സ്. മെത്തേഡിനകത്ത് പാരാമീറ്റർ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് വോയിഡ് ഡിസ്പ്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം. മെയിനായിട്ട് നിങ്ങളോട് ചോദിക്കുന്നത് മെത്തേഡ് എന്താണെന്നല്ല, വാട്ട് ഈസ് ദ യൂസ് ഓഫ് എ മെത്തേഡ്. മെത്തേഡ് എന്തിനാണ്? അപ്പോൾ മെത്തേഡ് ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. പിന്നെ എന്തിനാണ് നമ്മളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു സം ചെയ്യണം. സം ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ ക്ലാസ്സിലും, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ക്ലാസ്സും സബ് ക്ലാസ്സും ഒക്കെ ഉണ്ട്. അതിനകത്തെല്ലാം നിങ്ങൾ 2 നമ്പർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും അങ്ങനെ ഈ 2 നമ്പർ ആഡ് ചെയ്യുന്ന ഫംഗ്ഷൻ എഴുതാതെ നമുക്ക് കോമൺ ആയിട്ടൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് 2 പാരാമീറ്റർ പാസ് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് റിസൾട്ട് കാണിച്ചാൽ മതി. അപ്പോൾ എല്ലാ ക്ലാസ്സിൽ നിന്നും നമ്മൾ എന്നിട്ട് ആ സം ചെയ്യുന്ന മെത്തേഡിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരേ കോഡ് തന്നെ റിപ്പീറ്റ് ആയിട്ട് പല ക്ലാസ്സിലും വരുന്നത് ഒഴിവാക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഒരേ കോഡ് തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 നമ്പർ ആഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കോഡാണ്. അത് എല്ലാ ക്ലാസ്സിലും, ഇപ്പോൾ 10 ക്ലാസ് ഉണ്ടെങ്കിൽ 10 ഇടത്ത് എഴുതുന്നതിന് പകരം ഒരിടത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഞാൻ സിമ്പിളായിട്ടാണ് സമ്മിൻ്റെ കാര്യം പറഞ്ഞത്. ശരിക്കും സമ്മല്ല, ഇതുപോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, നിങ്ങൾ വലിയ വലിയ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കോഡുകളൊക്കെ ചെയ്യേണ്ടി വരും. അതിനകത്ത് ഇതുപോലെ റീയൂസ് ചെയ്യേണ്ട ഒരുപാട് മെത്തേഡ് വരും. അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ മെത്തേഡ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, കോഡ് റീയൂസബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ മെയിൻ മെത്തേഡ്. മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിൻറ്റിനാണ് നമ്മൾ മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു എൻട്രി പോയിൻ്റ് ഏതാണ്? നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോർ അല്ലേ? അതിൽ കൂടെയാണ് വീട്ടിലേക്ക് വരുന്നത്. അതുപോലെ ഒരു പ്രോഗ്രാമിൻ്റെ, നമുക്കൊരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാമിലേക്ക് അത് കയറണമെങ്കിൽ എവിടെയെങ്കിലും ഒരു എൻട്രി പോയിൻ്റ് കാണുമല്ലോ. ആ എൻട്രി പോയിൻ്റാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കമ്പൈൽ ചെയ്യുന്നു, അതിനെ മെഷീൻ എക്സിക്യൂട്ടബിൾ ആക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഈ JVM എന്ത് ചെയ്യും? കമ്പൈലർ ആണെങ്കിലും JVM ആണെങ്കിലും ഇത് മെയിൻ മെത്തേഡിനെ നോക്കും. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിൻ മെത്തേഡ് എവിടെയാണെന്ന് നോക്കും, എന്നിട്ട് അവിടെ നിന്നാണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് മെയിൻ മെത്തേഡിൻ്റെ യൂസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഡസ് സ്റ്റാറ്റിക് മീൻ ഇൻ ജാവ. അതായത് സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു മെത്തേഡിനെ എങ്ങനെ വിളിക്കുക? അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് മെത്തേഡിനെ, അപ്പോൾ നമ്മൾ ആദ്യം ആ പർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, അത് ഡോട്ട് മെത്തേഡിനെ വിളിച്ചാണ് നമ്മൾ മെത്തേഡ് ആക്സസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ സ്റ്റാറ്റിക് ആണ്, ആ ക്ലാസ് സ്റ്റാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ആ ക്ലാസ് നെയിം ഡോട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൾ ചെയ്യാം. അതാണ് സ്റ്റാറ്റിക്കിൻ്റെ ഒരു യൂസ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് മെത്തേഡ് ഓവർലോഡിങ്. മെത്തേഡ് ഓവർലോഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ നെയിം ആയിരിക്കും മെത്തേഡിന്, പക്ഷേ അതിൻ്റെ പാരാമീറ്റർ ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? മെത്തേഡിൻ്റെ നെയിം സെയിം ആണ്, പാരാമീറ്റർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമുക്ക് ആർഗ്യുമെൻറ്റ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം, അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പിൽ വ്യത്യാസം വരുത്താം. ഇപ്പോൾ ഇവിടെ തന്നെ എനിക്ക് വോയിഡ് സം എന്ന് പറഞ്ഞിട്ട് ഇൻറ്റ് A, int B എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഇതേ മെത്തേഡ് തന്നെ നമുക്ക് പാരാമീറ്റേഴ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തി എഴുതാം. അതായത് ഇപ്പോൾ ഇത് ഞാൻ കോപ്പി ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഇത് തന്നെ കൊടുക്കുമ്പോൾ ഇത് എററാണ്. കാരണം എന്താണ്? ഒരേ മെത്തേഡ് നെയിമാണ്, പാരാമീറ്ററിൻ്റെ എണ്ണം സെയിം ആണ്. പക്ഷേ ഇവിടെ ഞാൻ ഒരു പാരാമീറ്റർ കൂടെ കൊടുത്തു. ഇതാ, അപ്പോൾ പാരാമീറ്ററിൻ്റെ എണ്ണം ഡിഫറെൻ്റ് ആയില്ലേ? അപ്പോൾ ഇങ്ങനെയും നമുക്ക് മെത്തേഡിനെ ഓവർലോഡ് ചെയ്യാം. അതായത് മെത്തേഡ് ഓവർലോഡിങ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ്റെ നെയിം സെയിം ആയിരിക്കും. ആകെയുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാമീറ്ററിൻ്റെ എണ്ണത്തിൽ. ഓക്കെ, അതാണ് ഒന്നാമത്തെ കേസ്. ഇത് ഒരേപോലെ കൊടുത്താൽ എന്തായിരിക്കും എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സം മെത്തേഡിനെ എവിടെന്നെങ്കിലും വിളിക്കുകയാണ്. അപ്പോൾ രണ്ടിടത്തും ഇങ്ങനെ ഒരേ പാരാമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻറ്റ് ബി, അപ്പോൾ ഏത് ഫംഗ്ഷനെ വിളിക്കണമെന്ന് കമ്പൈലറിന് കൺഫ്യൂഷൻ ആവും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ മെത്തേഡിനെ വേർതിരിച്ചറിയണമെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണം, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഡേറ്റ ടൈപ്പിൽ വ്യത്യാസം വരുത്തണം. ഇപ്പോൾ വോയിഡ് സം 2 പാരാമീറ്റർ മാത്രം വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാമീറ്ററിൻ്റെ ടൈപ്പ് ഒന്ന് വ്യത്യാസപ്പെടുത്തിയാൽ മതി. അപ്പോൾ എന്താണ്? ഒന്ന് ഇൻറ്റു ആണ്, ഒന്ന് ഫ്ലോട്ടും ആണ്. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ മെത്തേഡിന് ഓവർലോഡ് ചെയ്യാൻ പറ്റുമെന്ന്. അത് ട്രിക്കി ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാ മെത്തേഡുകളെയും നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റും. മെയിൻ മെത്തേഡിന് ഓവർലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തിങ്ക് ചെയ്യും. പറ്റും. മെയിൻ മെത്തേഡിനെ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ദാ ഇവിടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്നാണ്. ഞാനിപ്പോൾ മെയിൻ മെത്തേഡിനെ ഒന്നുകൂടെ എഴുതുകയാണ്. കൊടുത്തു. ഇതിപ്പോൾ എറർ വന്നു. കാരണം എന്താണ്? സെയിം പാരാമീറ്ററും സെയിം കാര്യങ്ങളും എല്ലാം ആണ്.
ഇവിടെ ഞാനിത് മാറ്റി ഇൻറ്റ് എ എന്ന് കൊടുത്തു. ഇതാ എറർ മാറിയല്ലോ, കണ്ടില്ലേ? അപ്പോൾ മെയിൻ നെയിം നമുക്കിതുപോലെ ഓവർലോഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇപ്പോൾ ഞാൻ പാരാമീറ്റർ മാറ്റി. അപ്പോൾ പാരാമീറ്ററിൻ്റെ ടൈപ്പ് മാറ്റം, എണ്ണത്തിലൊരു വ്യത്യാസം വരുത്തും, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ നെയിം ഓവർലോഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്ടേഴ്സ് ഇൻ ജാവ. എന്താണ് കൺസ്ട്രക്ടർ എന്നുള്ളത്? കൺസ്ട്രക്ടർ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് കാണില്ല. ഓക്കെ, കൺസ്ട്രക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലാസിൻ്റെ സെയിം നെയിം തന്നെ ആയിരിക്കും കൺസ്ട്രക്ടറിന്. നമ്മൾ ഓരോ പ്രാവശ്യം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെയാണ് കോൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ സാമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ കൺസ്ട്രക്ടർ ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുക? ക്ലാസിൻ്റെ അതേ നെയിം ആയിരിക്കുമല്ലോ, സാമ്പിൾ എന്ന് മാത്രം ഇങ്ങനെ കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ കൺസ്ട്രക്ടർ. ഓക്കെ, ഇവിടെ അപ്പം ഞാൻ 2 വേരിയബിൾ കൊടുക്കുകയാണ്. ഇൻറ്റ് എ കോമ ബി കൊടുത്തു. ഇതിനകത്ത് എന്തെങ്കിലും വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ കൊടുക്കാം. ഇവിടെ എ ഞാൻ 100 കൊടുത്തു, ബിക്ക് 50 കൊടുത്തു. ഓക്കെ, എന്തെങ്കിലും വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ എനിക്ക് കൺസ്ട്രക്ടറിനകത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ എൻ്റെ മെയിൻ മെത്തേഡല്ലേ. ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് സാമ്പിളിൻ്റെ സാമ്പിൾ എസ് ഈക്വൽ ടു ന്യൂ സാമ്പിൾ. ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. അതിന് മുന്നേ കൺസ്ട്രക്ടർ ഏതൊക്കെ ടൈപ്പാണെന്ന് പറയാം. അപ്പോൾ കൺസ്ട്രക്ടർ എന്താണ്? നമ്മുടെ ക്ലാസിൻ്റെ സെയിം നെയിം തന്നെ ആയിരിക്കും. കൺസ്ട്രക്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും വാല്യൂസ് വേണമെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യാം. ഇതിനൊരു റിട്ടേൺ ടൈപ്പ് ഒരിക്കലും കാണത്തില്ല. കൺസ്ട്രക്ടറിൻ്റെ മറ്റേ മെത്തേഡിൻ്റെ ഒരു സിൻടാക്സ് ആണ്. നമ്മൾ പേര് കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രാക്കറ്റ് കാണും. അതിനുശേഷം ഈ കേളി ബ്രാക്കറ്റും കാണും. അപ്പോൾ സിൻടാക്സ് സെയിം ആണ്. ജസ്റ്റ് ഇതിൻ്റെ ഇപ്പുറത്ത് മറ്റേ ആക്സസ് മോഡിഫയറോ റിട്ടേൺ ടൈപ്പോ ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു സിൻടാക്സ് സെയിം ആയിരിക്കും. പിന്നെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ടൈപ്പ് കാണില്ല. ഓക്കെ, ഇനി 3 ടൈപ്പ് കൺസ്ട്രക്ടർ ഉണ്ട്. പാരാമീറ്ററൈസ്ഡ് ഉണ്ട്, ഡീഫോൾട്ട് ഉണ്ട്, നോ ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ ഉണ്ട്. ഓക്കെ, നോ ആർഗ്യുമെൻറ്റ് എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് ആർഗ്യുമെൻറ്റ്സ് ഒന്നും കാണില്ല. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. മെയിനായിട്ട് നിങ്ങൾ പാരാമീറ്ററൈസ്ഡും ഡീഫോൾട്ട് കൺസ്ട്രക്ടറും പഠിച്ചാൽ മതി. ഡീഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡീഫോൾട്ടും പാരാമീറ്ററൈസ്ഡും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഡീഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് പാരാമീറ്റേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഇനി ഞാനിപ്പോൾ ഒരു കൺസ്ട്രക്ടറോട് എഴുതുകയാണ്. ഇവിടെ വന്നിട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി. ഓക്കെ, ഇതൊരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ്. എന്നിട്ട് ഇവിടെ എയും ബിയും അല്ലേ, എക്കും ബിക്കും പകരം ഞാനിവിടെ ഒരു സി എന്നും ഡി എന്നും കൊടുക്കാം. ഓക്കെ, സി ഡി കൊടുക്കാം. എന്നിട്ട് ഈ സിയുടെ വാല്യൂ എയിലേക്ക് പാസ്സാവും, ഡിയുടെ വാല്യൂ ബിയിലേക്ക് പാസ്സാവും. ഓക്കെ, ഇങ്ങനെ ഇട്ടു. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മെയിൻ മെത്തേഡിൽ നിന്ന്, ഇപ്പോൾ ഇതൊക്കെ ഞാൻ കളയാണ്, ഇതൊരാവശ്യമില്ലല്ലോ, ഇതും വേണ്ട. അപ്പോൾ ഈ മെയിൻ മെത്തേഡിൽ നിന്ന് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. കൊടുത്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാ 150 വന്നു. ഞാൻ ജസ്റ്റ് ഈ മെയിനിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. പക്ഷേ ഇതിവിടെ വന്നിട്ട് A+B പ്രിൻറ്റ് ചെയ്തു. ഇത് A+B തന്നെ ഇവിടെയും കൊടുക്കാം. ഓക്കെ, A+B. ഇതിപ്പോൾ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഏത് കൺസ്ട്രക്ടറാണ് കോൾ ആവുന്നതെന്ന് അറിയണ്ടേ? ഇവിടെ പറയാം ഡീഫോൾട്ട്, ഇവിടെ പാരാമീറ്ററൈസ്ഡ് കൊടുത്തു. ഓക്കെ, ഇനി ഒന്നുകൂടെ റൺ ചെയ്യാം. ഇതാ ഡീഫോൾട്ട് 150. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്ടറാണ് കോളായിരിക്കുന്നത്. കാരണം എന്താണ്? നമ്മൾ മെയിൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നമ്മളപ്പോൾ എപ്പോൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താലും നമ്മളുടെ ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ചെയ്യുന്നുണ്ട്. നമ്മളപ്പോൾ ഇതിനകത്ത് എന്ത് കൊടുത്താലും അത് വന്നു. മനസ്സിലായല്ലോ? ജസ്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ഡീഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. ഇനി നമ്മളിവിടെ എന്തെങ്കിലും പാരാമീറ്റേഴ്സ് പറഞ്ഞു കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 പാരാമീറ്റർ കൊടുക്കുകയാണ്, 50, 60. ഓക്കെ, ഇനി എന്താണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് നോക്കാം. 110 പാരാമീറ്ററൈസ്ഡ്. 50, 60 ഏതിനെയാണ് കോൾ ചെയ്യുന്നത്? ഈ സാമ്പിളിനെ കോൾ ചെയ്തു. അപ്പോൾ ഇവിടെ 50 വന്നു, 60 വന്നു. 50 + 60 എത്രയാണ്? 110 കോളായി. മനസ്സിലായല്ലോ? ഇതാണ് ഡീഫോൾട്ടും പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടേഴ്സ്. നെക്സ്റ്റ്
കൺസ്ട്രക്ടറും മെത്തേഡും ഇപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കൺസ്ട്രക്ടറും മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്ടർ എന്തിനാണ്? ഒരു ഒബ്ജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ മെത്തേഡോ എന്തെങ്കിലും ഒരു ടാസ്ക് ഓപ്പറേഷൻ അങ്ങനെയൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൺസ്ട്രക്ടറിന് റിട്ടേൺ ടൈപ്പ് ഇല്ല. മെത്തേഡിന് മേ ഓർ മേ നോട്ട് ഹാവ് റിട്ടേൺ ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, ഹാസ് റിട്ടേൺ ടൈപ്പ് എന്ന് എപ്പോഴും പറയാൻ പറ്റില്ല, കാരണം ചിലപ്പം വോയിഡ് ടൈപ്പ് ആണെങ്കിൽ അവിടെ ഒന്നും റിട്ടേൺ ചെയ്യില്ലല്ലോ. പിന്നെ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ക്ലാസിൻ്റെ സെയിം നെയിം ആയിരിക്കും. മറ്റേ മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ആയിരിക്കില്ല, വേറെ നെയിമും ആയിരിക്കാം. കൺസ്ട്രക്ടറിന് പക്ഷേ ക്ലാസിൻ്റെ അതേ നെയിമായിരിക്കും. അടുത്തത് കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ ഇംപ്ലിസിറ്റ് ആയിട്ട് ആണ് കോൾ ചെയ്യുന്നത്, മറ്റേ എക്സ്പ്ലിസിറ്റ് ആയിട്ടാണ്. എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡയറക്റ്റ് ഇതിനെ കോൾ ചെയ്യുന്നില്ല അല്ലേ. ഇപ്പോൾ ഇവിടെ ഈ നമ്മൾ ജസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിനെ കോൾ ആയിരിക്കുകയാണ്. അതാണ് ഇംപ്ലിസിറ്റ് കോളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് കോൾ ചെയ്യുന്നില്ല. മറ്റേ അല്ലാതെ നമ്മൾ ഡോട്ട് മെത്തേഡ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കോൾ ചെയ്യുന്നതാണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കോൾ ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു മെയിൻ ടോപ്പിക്ക് ഇൻഹെറിറ്റൻസ് ഇൻ ജാവ. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പരമ്പരാഗതമായിട്ട് നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ നമ്മുടെ ക്ലാസ് ലെവലിൽ പറയുമ്പോൾ എങ്ങനെയാണ് ഒരു ക്ലാസ്സിന് അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വേറൊരു ക്ലാസ്സിന് ഒരു ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസിനെയും മെത്തേഡ്സിനെയും വേറൊരു ക്ലാസ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെന്ന് പറയുന്നത് ഇപ്പോൾ ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലാസ് ആണ് അല്ലേ. ഹ്യൂമൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ക്ലാസ്സിനകത്ത് വേണേൽ നമുക്ക് സബ് ക്ലാസ് ആയിട്ട് മെന്ന് വിമൻ ഒരു സബ് ക്ലാസ്സാണ് അല്ലേ. അപ്പോൾ മെന്നിന് കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ടുണ്ട്. പക്ഷേ ഹ്യൂമൻസിൻ്റെ എല്ലാ പൊതുവായ സ്ട്രക്ചറും ഈ രണ്ട് കാറ്റഗറിക്കാർക്കും ഉണ്ട്. പക്ഷേ മെന്നിനും വിമനും അവരുടേതായിട്ടുള്ള പ്രത്യേക കാര്യങ്ങളും അതിപ്പോൾ ബോഡി പാർട്സ് ആയാലും വേറെ എന്തെങ്കിലുമൊക്കെ കാറ്റഗറീസും ഉണ്ട് അല്ലേ. പക്ഷേ നമുക്ക് ഹ്യൂമൻസിൻ്റേതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ആനിമൽസ്. ഇപ്പോൾ ആനിമൽസിന് ഇപ്പോൾ ബേസ് ക്ലാസ് ആനിമൽ ആയിരിക്കും, അതിൻ്റെ സബ് ക്ലാസ് ആണ് ഡോഗ്, പല ടൈപ്പ് ആനിമൽസ്. മനസ്സിലായല്ലോ. ഇനി ഇൻഹെറിറ്റൻസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് റീയൂസബിലിറ്റി, ഈസി മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമുക്ക് കോഡ് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബേസ് ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സബ് ക്ലാസ്സിൽ നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ആ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അതെല്ലാം നമുക്ക് കിട്ടും. പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്താൽ മതി. ഇപ്പോൾ ആനിമൽ എന്ന് പറയുമ്പം ആനിമലിന് കുറേ പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഈറ്റ്, അത് നടക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതാണ് ബേസ് ക്ലാസ്. അതെല്ലാം ബേസ് ക്ലാസ്സിനകത്തെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സബ് ക്ലാസ്സിനകത്ത് ഇപ്പോൾ ഡോഗ് എന്ന് പറയുന്ന സബ് ക്ലാസ്സാണ്. അത് ആനിമൽ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്തെല്ലാം പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇതിന് കിട്ടും. അപ്പോൾ വീണ്ടും ഇത് ചെയ്യേണ്ട കാര്യമില്ല, അതെല്ലാം കിട്ടും. പിന്നെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. ഇപ്പോൾ ഡോഗിൻ്റെ ആണെങ്കിൽ ബാർക്ക്, അതൊരു എക്സ്ട്രാ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ അത് ഡിഫൈൻ ചെയ്താൽ മതി. ഇതാണ് നമ്മൾ ഒരു റിയൽ ടൈം എക്സാമ്പിൾ വെച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബേസ് ക്ലാസ്സിനെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സബ് ക്ലാസ്സിൽ കിട്ടുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് എന്താണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഡിഫൈൻ ചെയ്താൽ മതി. ഇതെന്തിനാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കോഡ് റീയൂസബിലിറ്റി ആണ്, പിന്നെ മെയിൻ്റനൻസ്, ഈസി മെയിൻ്റനൻസ് ആണ്. മനസ്സിലായല്ലോ. ഇനി വാട്ട് ഈസ് സൂപ്പർ ക്ലാസ് ആൻഡ് സബ് ക്ലാസ്? സൂപ്പർ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പാരൻ്റ് ക്ലാസ്. അതായത് പാരൻ്റ് ക്ലാസ് എന്ന് വെച്ചാൽ ഏത് ക്ലാസ്സിൻ്റെ ആണോ പ്രോപ്പർട്ടീസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതാണ് നമ്മൾ സൂപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. സബ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ആ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കുന്നത് അവരാണ് സബ് ക്ലാസ് അല്ലെങ്കിൽ ചൈൽഡ് ക്ലാസ്. ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് ആനിമൽ. ഇപ്പം ആനിമൽ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ക്ലാസ് ആണ്. അതിനെ ഇൻഹെറിറ്റ് ചെയ്ത് ആരൊക്കെ എടുക്കുന്നുണ്ടോ, ഏതൊക്കെ സബ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടോ, ഏതൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടോ അതാണ് സബ് ക്ലാസ്. ഇപ്പോൾ ഹ്യൂമൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ സബ് ക്ലാസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് വേണേൽ മെന്ന് വിമന് അങ്ങനെ തിരിക്കാം, അങ്ങനെയാണ്. അതുപോലെ ഈ ലോകത്തിലെ വേൾഡിൽ തന്നെ എന്തെടുത്ത് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മുടെ ലിവിങ് ഓർ നോൺ ലിവിങ് എന്തിനേ നമുക്കൊരു സൂപ്പർ ക്ലാസ്സും സബ് ക്ലാസ്സുമായിട്ട് എടുക്കാം. അപ്പോൾ കാറാണെങ്കിൽ തന്നെ വെഹിക്കിൾ എന്ന് പറഞ്ഞ ഒരു മെയിൻ ക്ലാസ് ഉണ്ട്. അതിൽ തന്നെ സബ് ക്ലാസ്സാണ് കാറ്, ബസ്. അത് കാറിനെ തന്നെ വീണ്ടും അതിൻ്റെ സബ് ക്ലാസ് എടുക്കാം, പല മോഡൽ കാറുകളാണ്. മനസ്സിലായല്ലോ. ഇനി ഇപ്പം നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ വേരിയബിളും മെത്തേഡും ക്ലാസ്സും എന്താണെന്ന്. ഫൈനൽ വേരിയബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു വാല്യൂവിനെ അല്ലെങ്കിൽ ഒരു വേരിയബിളിനെ നമ്മൾ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് മോഡിഫിക്കേഷൻ വരില്ല എന്ന് ഉറപ്പുള്ള വാല്യൂസിനെ നമ്മൾ ഫൈനലായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ പൈയുടെ വാല്യൂ അങ്ങനത്തെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് മോഡിഫിക്കേഷൻ വരില്ല എന്ന് ഉറപ്പുള്ളതിനെ നമ്മളത് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വലിയ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും നമ്മളിപ്പോൾ മാറ്റേണ്ടാത്തൊരു വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ആരെങ്കിലും അതിൻ്റെ ഏതെങ്കിലും പാർട്ടിൽ അത് എടുക്കുമ്പോൾ ഇപ്പോൾ ആ വാല്യൂ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചോ, അപ്പോൾ അവർ അബദ്ധത്തിൽ അത് മോഡിഫൈ ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലേ. അത് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പർട്ടിക്കുലർ വാല്യൂസിന് ഫൈനൽ കീവേഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വേരിയബിൾ ഇപ്പോൾ ഇൻഡ് എക്ക് പകരം ഫൈനൽ ഇൻഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫൈനൽ മെത്തേഡ് എന്താണ്? ഫൈനൽ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെത്തേഡിനെ ഫൈനലാക്കി കഴിഞ്ഞാൽ ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഫൈനൽ മെത്തേഡ്. ഫൈനൽ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിനെ നമ്മൾ ഫൈനലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ക്ലാസ്സിനെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണ ഒരു ക്ലാസ് എഴുതി കഴിഞ്ഞാൽ എൻ്റെ സബ് ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അത് ഈ പർട്ടിക്കുലർ ക്ലാസ്സിന് ഒരു ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലാസ് ഫൈനലാക്കി കൊടുത്താൽ മതി.
നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കേജ് എന്താണെന്ന്. പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ ഇൻ്റർഫേസിൻ്റെ ഒരു കളക്ഷനാണ് പാക്കേജ് എന്ന് പറയുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് ഓർഗനൈസ് ചെയ്യാനും നെയിമിംഗ് കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാനും ആക്സസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ റിയൽ ടൈം എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പാക്കേജ് ഒരു പച്ചക്കറിയുടെ പാക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാ പച്ചക്കറികളും അതിനകത്ത് കാണും അല്ലേ. അപ്പോൾ ഒരേ ക്യാരക്ടറുള്ള എല്ലാത്തിനെയും കൂടെ ഒരു പാക്കറ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഒരു കവറാണെങ്കിൽ അതിനകത്ത് ഡ്രസ്സുകളൊക്കെ നമ്മൾ വെക്കും. അപ്പോൾ ഒരേ കാര്യം ഒരേ ടൈപ്പിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒരു കളക്ഷനായിട്ട് ഒരെണ്ണത്തിനകത്ത് വെക്കുന്നതിനാണ് നമ്മൾ പാക്കേജ് എന്ന് പറയുന്നത്. നമ്മൾ പാക്കറ്റ് എന്ന് പറയുന്നത് ജാവയിൽ അതിന് നമ്മളൊരു പാക്കേജ് എന്ന് പറയും. അതായത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇൻ്റർഫേസിനെയും കൂടെ ഒരു കളക്ഷനായിട്ട് വെക്കുന്നതിനാണ് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളൊരു വലിയ പ്രൊജക്റ്റിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ SQL ക്വറി എല്ലാം കൂടെ ഒന്നിച്ചൊരു അതിൻ്റെ കുറേ ക്ലാസ്സുകളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പാക്കേജിനകത്ത് വെക്കും. അപ്പോൾ ഒരേ കാര്യങ്ങൾ ചെയ്യുന്ന ഇതിനെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റായിട്ട് ഓരോ പാക്കേജിൽ എടുത്ത് വെക്കും. അപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ 100 1000 ഇപ്പോൾ ജാവ ക്ലാസ് ഉണ്ടെങ്കിൽ നമ്മൾ പോയി ആ പർട്ടിക്കുലർ പാക്കേജ് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ 100 എണ്ണം എടുത്ത് നോക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഈ റെപ്പോസിറ്ററി ക്ലാസ് SQL ക്വറി എഴുതിയിട്ടുള്ളതൊക്കെ അപ്പോൾ അങ്ങനെ 100 എണ്ണമൊക്കെ കാണും. അപ്പോൾ നമ്മൾ അതിനെല്ലാം കൂടെ ഒരു പാക്കേജായിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പാക്കേജിൽ പോയി നോക്കിയാൽ മതി. ഓക്കെ. ഇനി ഈ പാക്കേജ് തന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽട്ടിനും ഉണ്ട്, യൂസർ ഡിഫൈൻഡും ഉണ്ട്. ബിൽട്ടിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ java.lang java.util അങ്ങനെ നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുമ്പോൾ ഇന്ന പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാൻ പറയില്ലേ, ഇതൊക്കെ ബിൽട്ടിൻ പാക്കേജാണ്. യൂസർ ഡിഫൈൻഡ് പാക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത പാക്കേജാണ് com.test. ഈ പാക്കേജിനകത്താണ് ഞാൻ ഈ ക്ലാസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് യൂസർ ഡിഫൈൻഡ് പാക്കേജ്. അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്, ബട്ട് നോട്ട് 100%. എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവ കുറച്ച് പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ടർ, ബൂളിയൻ, ഡബിൾ, പിന്നെ ഏതാണ് ലോങ്, ഷോർട്ട്, അങ്ങനെ കുറച്ച്. അപ്പോൾ ഈ ജാവയ്ക്കകത്ത് എല്ലാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. അതായത് എല്ലാം ഒരു ഒബ്ജക്റ്റിനകത്ത് റിവോൾവ് ചെയ്തുള്ള കളിയാണ് നമുക്ക്. പക്ഷേ ഇതിനെ അപ്പോൾ ഈ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പം ഇതിനെ ഒബ്ജക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റാപ്പർ ക്ലാസ് ഉണ്ട്. ഇത് ഈ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്പിനെ റാപ്പ് ചെയ്ത് ഒബ്ജക്റ്റ് ആക്കുന്നു. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് യൂസ് ചെയ്യുമ്പം ഇതിനെ റാപ്പർ ക്ലാസ് വെച്ചിട്ട് അതൊരു ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ജാവ 100% ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ല എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.